ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് പാലക്കാടിന്റെ സവിശേഷതകളെ പറ്റിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാണ് പാലക്കാട്. കേരളത്തിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പശ്ചിമഘട്ടത്തിലെ വിടവായി കണക്കാക്കുന്നു. ഭാരതപ്പുഴയുടെ കൈവഴിയായ കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും ഇരുവശവും ചേർന്നൊഴുകുന്നു. 1957 ജനുവരി 1 രൂപീകൃതമായ ജില്ലയാണ്. ഇവിടുത്തെ പ്രധാന കാഴ്ചകളും സ്ഥലങ്ങളും നോക്കാം. പാലക്കാട് കോട്ട. സാമൂതിരിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ അന്നത്തെ പാലക്കാട് രാജാവ് ഹൈദരാലിയെ സമീപിച്ചു. അയാൾ പണി കഴിപ്പിച്ചതാണ് പാലക്കാട് ഫോർട്ട്. കൂടാതെ സൈലന്റ് വാലി നാഷണൽ പാർക്ക്, പറമ്പിക്കുളം, മലമ്പുഴ, പെരിയാർ ടൈഗർ റിസർവ്, നെല്ലിയാമ്പതി ഹിൽസ് തുടങ്ങിയവയും ഇവിടുത്തെ പ്രധാന സ്ഥലങ്ങളാണ്. ഇത് ഇവിടുത്തെ പ്രധാന കൃഷിയിടങ്ങളാണ്. ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ആണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. നിലക്കടല പോലുള്ളവയും വയലുകളും മലനിരകളും നിറഞ്ഞതും തെങ്ങിന് പകരം പന നിറഞ്ഞതുമായ പ്രദേശങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. പൊതുവെ ഒരു കാട് പിടിച്ച പ്രദേശം എന്ന നിലക്കാണ് പാലക്കാട് എന്ന പേര് തന്നെ വരുന്നത്. കേരള പിറവിക്ക് മുമ്പ് മദിരാശി സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നതിനാൽ അവിടുത്തെ പല പ്രധാന സ്ഥലങ്ങളുടെയും ഫൗണ്ടേഷൻ ശിലകളിൽ കാമരാജന്റെ പേരാണ് കൂടുതൽ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. ഇതുപോലെ സുഭിഷ്ടമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വിശ്രമിക്കുന്ന മാൻകൂട്ടം, അതുപോലെ കാട്ടുപോത്തുകളും ഒക്കെ ഇവിടുത്തെ ഒരു സാധാരണ കാഴ്ചയാണ്. അതുപോലെ മയിലുകൾ സന്തോഷം വരുമ്പോൾ നൃത്തം വെക്കുന്നതാണ് പറയുന്നത്. അത്തരത്തിലുള്ള മയിലുകൾ നൃത്തം വെക്കുന്നതാണ് ഇപ്പൊ കാണുന്നത്. മയിലുകൾ പൊതുവെ ഉഷ്ണം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഫോറസ്റ്റ് ഏരിയയിലാണ് കാണുക എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം ഒരുവിധ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. കാരണം കാടിന്റെ ഒരു ഭൂപ്രകൃതി മറ്റെല്ലാ സ്ഥലത്തും നിലവിൽ ഉള്ളതുകൊണ്ട് മയിലുകൾ ഒട്ടുമിക്കവാറും എല്ലാ ജില്ലകളിലും ഇപ്പൊ ഉണ്ട്. ഇത് കാട്ടിനുള്ളിൽ പുലിമേടുകൾ നിറഞ്ഞ സ്ഥലത്ത് ഭക്ഷണം കഴിച്ച് തുള്ളിച്ചാടി നടക്കുന്ന മാൻകൂട്ടങ്ങളാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് പാലക്കാടിനെയും കാടിനെയും പറ്റി പറയാനുള്ളത്. പരിപാടി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും സമയം പരിപാടി വീക്ഷിച്ച ഏവർക്കും എൻ്റെ നന്ദി.